നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് സാമ്രാജ്യത്വവും ഒന്നാം ലോക മഹായുദ്ധവും എന്ന ചാപ്റ്ററിലെ തുടക്കകാലത്തെക്കുറിച്ചായിരുന്നു. അഥവാ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭം എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ ബാക്കി പോർഷനാണ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ നിർബന്ധമായും ആ ക്ലാസ് കേട്ട് മനസ്സിലാക്കണം. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ MSU ടോക്സിൻ്റെ ചാനൽ ലോകചരിത്രത്തിലെ വിപ്ലവങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കേട്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് പഠിക്കുക. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ MSU ടോക്സിൻ്റെ 8 മുതൽ 10 വരെയുള്ള ഓൺലൈൻ ട്യൂഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അതിലേക്ക് അഡ്മിഷൻ എടുക്കണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താക്കാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭഘട്ടം പറഞ്ഞു. അത് രണ്ട് ഭാഗമായി തിരിഞ്ഞ്, രണ്ട് കക്ഷികളായി തിരിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും, അങ്ങനെ രണ്ട് കക്ഷികളായി മാറിയതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു രാജ്യം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇതുവരെ യുദ്ധരംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല, യുദ്ധരംഗത്തിൻ്റെ ഭാഗത്തിലേക്കേ വന്നിട്ടില്ല. പക്ഷേ അമേരിക്ക എങ്ങനെയാണ്, നിഷ്പക്ഷമായിട്ടാണ് നിന്നത്. അതായത് യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല, ആരോടുമില്ല എന്നുള്ള രീതിയിൽ നിഷ്പക്ഷമായിട്ടാണ് അമേരിക്ക നിൽക്കുന്നത്. പക്ഷേ ആരുടെ ഭാഗത്താണ് കൂടുതലായിട്ടും അമേരിക്ക സപ്പോർട്ട് കൊടുത്തത്? അത് ത്രികക്ഷി സൗഹാർദ്ദത്തിൻ്റെ കൂട്ടത്തിൽ, അഥവാ ഫ്രാൻസ്, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ആര് സപ്പോർട്ട് കൊടുക്കുന്നത്? അമേരിക്ക സപ്പോർട്ട് കൊടുത്തത്. പിന്നീട് അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വരാനുണ്ടായ കാരണമാണ് ലൂസിറ്റാനിയ സംഭവം. ഏത്? ലൂസിറ്റാനിയ സംഭവം എന്ന് പറയുന്നത്. അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ വരാനുണ്ടായ കാരണം, നമ്മൾ പറഞ്ഞു അമേരിക്ക എന്ന് പറയുന്ന വലിയ രാജ്യം, അവർ നിഷ്പക്ഷമായിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വന്നു. അതിനുണ്ടായ കാരണം ലൂസിറ്റാനിയ സംഭവമാണ്. ഏത്? ലൂസിറ്റാനിയ സംഭവം. എന്താണ് ഈ ലൂസിറ്റാനിയ സംഭവം എന്ന് പറഞ്ഞാൽ? ലൂസിറ്റാനിയ എന്ന് പറയുന്നത് ഒരു യാത്ര കപ്പലിൻ്റെ പേരാണ്. ഒരു കപ്പലിൻ്റെ പേരാണ് ലൂസിറ്റാനിയ എന്ന് പറയുന്നത്. അതും ബ്രിട്ടൻ്റെ ഒരു കപ്പലാണ് ലൂസിറ്റാനിയ. ഈ കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ജർമ്മനിയാണ് യു-ബോട്ട് എന്ന് പറയുന്ന അന്തർവാഹിനി അല്ലെങ്കിൽ മുങ്ങിക്കപ്പൽ ആരുടെ രാജ്യത്താണ് കൊണ്ടുവന്നത്? അത് ഉപയോഗിച്ച ജർമ്മനിയാണ്. ഇവർ ഈ യു-ബോട്ടും കൊണ്ട് ഈ ലൂസിറ്റാനിയ എന്ന് പറയുന്ന കപ്പലിനെ എന്താക്കി, ആക്രമിച്ചിട്ട് അതിനെ കടലിലേക്ക് മുക്കി. ഏത്? ഈ ബ്രിട്ടൻ്റെ ലൂസിറ്റാനിയ എന്ന് പറയുന്ന കപ്പലിനെ. ഇതിൽ ഒരുപാട് പേർ, ധാരാളം ആളുകൾ എന്താക്കി, കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട ആളുകളിൽ ആരും ഉണ്ടായിരുന്നു? അമേരിക്കൻ വ്യക്തികളും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരും ഏതിലുണ്ടായിരുന്നു? ആ ലൂസിറ്റാനിയ കപ്പലിലുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട്, ഈ ഒരു സംഭവം ഉണ്ടായ കാരണത്താലാണ് അമേരിക്ക പിന്നീട് എന്തായി, അമേരിക്ക ലൂസിറ്റാനിയ സംഭവം എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടായതോടുകൂടി ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വന്നപ്പോൾ അമേരിക്ക ആരുടെ കൂടെയായിരുന്നു നിന്നത്? അത് ത്രികക്ഷി സൗഹാർദ്ദത്തിൻ്റെ കൂടെയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നിഷ്പക്ഷമായിട്ടാണ് നിന്നതെങ്കിലും അവർ സപ്പോർട്ട് ചെയ്തത് ആർക്കായിരുന്നു? ത്രികക്ഷി സൗഹാർദ്ദത്തിൻ്റെ ആളുകൾക്കായിരുന്നു. അഥവാ റഷ്യ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് അടങ്ങുന്ന ത്രികക്ഷി സൗഹാർദ്ദത്തിൽ. അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വന്നപ്പോഴും ആരുടെ കൂടെയാണ് നിന്നത്? അതും ത്രികക്ഷി സൗഹാർദ്ദത്തിൻ്റെ കൂടെയാണ് അമേരിക്ക നിന്നത്. ഇതെന്താക്കി, ഒന്നുകൂടി ത്രികക്ഷി സൗഹാർദ്ദത്തിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. മുമ്പ് ശക്തിയില്ല എന്നല്ല, പക്ഷേ ഒന്നുകൂടെ ഈ അമേരിക്ക കൂടി കടന്നു വന്നപ്പോൾ, വലിയൊരു രാജ്യം കൂടി കടന്നു വന്നപ്പോൾ എല്ലാം കൊണ്ടും ത്രികക്ഷി സൗഹാർദ്ദം എന്തായി, ഒന്നുകൂടെ ശക്തിപ്പെട്ടു. ഏകദേശം 1917-18 കാലഘട്ടത്തിലാണ് ആര് കടന്നു വരുന്നത്? അമേരിക്ക. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാരവാഹികളാകുന്നത്. ഈ സമയത്ത് റഷ്യൻ വിപ്ലവം നടക്കുന്നുണ്ട്. 1917 മാർച്ച് 12-നാണ് ഏത് നടക്കുന്നത്? ഫെബ്രുവരി വിപ്ലവം നടന്ന് നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന സർ ചക്രവർത്തി ഭരണത്തിൽ നിന്ന് പോയി കെറൻസ്കി ഭരണത്തിലേക്ക് വന്നു. അതിനുശേഷം 1917 നവംബർ 6-ന് എന്ത് നടന്നു? അവിടെ ലെനിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ വിപ്ലവം നടന്നു. ഈ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം ലെനിൻ എന്താവുകയാണ്? ഭരണാധികാരത്തിലേക്ക് വരികയാണ്. ആര്? ലെനിൻ വന്നു. ലെനിൻ വന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യം തന്നെ എടുത്തൊരു ജോലി എന്ന് പറയുന്നത് യുദ്ധത്തിൽ നിന്ന്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നതായിരുന്നു.
ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ലെനിൻ എന്താക്കുകയാണ്, ഒരു കരാർ ഉണ്ടാക്കുകയാണ്. ഈ റഷ്യ ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ, റഷ്യ എന്ന് പറഞ്ഞാൽ അതായത് ലെനിൻ്റെ ഭരണമാണ്. ലെനിൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കരാറാണ് ബർത്ത് ലിൻഡോസ് കരാർ. ബർത്ത് ലിൻഡോസ് കരാർ എന്ന് പറയുന്ന ഈ കരാർ മുഖേനയാണ് എന്തായത്, ലെനിൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഉണ്ടാക്കിയ കരാർ. ഇതിനു മുമ്പ് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിന് നേതൃത്വം നൽകിയതൊക്കെ ആരാണ്? ഒന്ന് സർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമനാണ്. രണ്ടാമത്തത് കെറൻസ്കി ആണ്. കാരണം ഒക്ടോബർ വിപ്ലവത്തിന് ശേഷമാണ് എന്ത് വരുന്നത്, ഈ ഒരു കരാർ ലെനിൻ ഉണ്ടാക്കുന്നതും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതും. ഇവർ തുടങ്ങി വെച്ച യുദ്ധം ലെനിൻ വന്നതോടുകൂടെ എന്താക്കുകയാണ്, അവിടെ നിർത്തലാക്കുകയാണ്, അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഈ കരാറിന് പിന്മാറുകയാണ്. കാരണം നമ്മൾ പറഞ്ഞു, ഒന്നുമില്ലാതിരുന്ന സമയത്ത് ജർമ്മനിയോടുകൂടെ ജർമ്മനിയോടുകൂടെ യുദ്ധം നടത്തിയ ആളാണ് ആര്? സർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ. ആ നിക്കോളാസ് രണ്ടാമൻ പോയതിനു ശേഷം കെറൻസ്കി ഉണ്ട്. കെറൻസ്കിയും എന്തായിട്ടില്ല, യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല, യുദ്ധം തുടർന്നു പോവുകയാണ് ചെയ്തത്. പിന്നീട് ലെനിൻ വന്നതിന് ശേഷമാണ് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. ഏത് കരാർ വഴി? ബർത്ത് ലിൻഡോസ് കരാർ വഴി. ചോദ്യം വരും, ബർത്ത് ലിൻഡോസ് കരാർ വഴി ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? റഷ്യ. അങ്ങനെയാണെങ്കിൽ ലൂസിറ്റാനിയ സംഭവത്തിലൂടെ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വന്ന രാജ്യം ഏതാണ്? USA, അമേരിക്ക. രണ്ടും മാറിപ്പോയത്. ഒന്ന് ലൂസിറ്റാനിയ സംഭവമാണ്, മറ്റൊന്ന് ബർത്ത് ലിൻഡോസ് കരാറാണ്. ഓക്കെ, ബർത്ത് ലിൻഡോസ് കരാർ വഴി റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറി ലൂസിറ്റാനിയ സംഭവത്തോടുകൂടി അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. എപ്പോൾ? 1917-18 കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അമേരിക്ക എന്തായി? ലൂസിറ്റാനിയ സംഭവത്തോടുകൂടെ ത്രികക്ഷി സംഘത്തിലേക്ക് കടന്നു വരികയും അത് കാരണം അവരൊന്ന് ശക്തിപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് കാരണം ഇവരെന്ത്, ത്രികക്ഷി സൗഹാർദ്ദം യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇതിൽ ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്ന ഫ്രാൻസും ജർമ്മനിയും എന്തായി? തോറ്റുപോയി. നമ്മൾ പറഞ്ഞു ത്രികക്ഷി സഖ്യത്തിൽ 3 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി. എന്താ ഇറ്റലിയുടെ പേര് പറയാത്തതെന്ന് വെച്ചാൽ, ഇറ്റലി ഇടയ്ക്ക് കൂറുമാറിയിട്ടുണ്ട്. അഥവാ ഇറ്റലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമ്പോൾ, അഥവാ തങ്ങൾ ആരോടെ കൂടെ ജയിക്കുമെന്ന് തോന്നുമ്പോൾ അവരുടെ കൂടെ അങ്ങ് കൂറുമാറും. ഇനി സഖ്യമാണ് ജയിക്കുമെങ്കിൽ സഖ്യത്തിനോടുകൂടെ, ഇനി അല്ല നേരെ തിരിച്ച് സൗഹാർദ്ദമാണ് ജയിക്കുമെങ്കിൽ സൗഹാർദ്ദത്തിനോട്, അങ്ങനെ കൂറുമാറി കളിച്ചു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് കുറുനരി എന്ന് വിളിക്കപ്പെട്ട രാജ്യമാണ് ഇറ്റലി. ഇറ്റലി. അപ്പോൾ ആരൊക്കെയാണ് തോറ്റത്? ഫ്രാൻസും ജർമ്മനിയും. ഇറ്റലി അപ്പോഴേക്കും ആരുടെ കൂടെ നിന്നു? ത്രികക്ഷി സൗഹാർദ്ദത്തിൻ്റെ കൂടെ നിന്നു. അങ്ങനെ കുറുനരി എന്ന് വിളിക്കപ്പെട്ട രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. അങ്ങനെ 1918 അപ്പോൾ 1918 എന്തായി? ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ്. അത് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം തൊട്ടിപ്പുറത്തെ വർഷം, അഥവാ 1919 എന്ത് നടക്കുക? ഒരു സമാധാന സമ്മേളനം ചേർന്നു. ഇതിൽ പങ്കെടുത്ത ആളുകൾ എന്ന് പറയുന്നത്, ഈ യുദ്ധത്തിൽ ജയിച്ച ആളുകളുണ്ടല്ലോ, ഈ ജയിച്ച ആ രാജ്യത്തിലെ നേതാക്കന്മാരായിരുന്നു 1919 സമാധാന സമ്മേളനത്തിൽ ചേർന്നത്. ഈ 1919 സമാധാന സമ്മേളനം വിളിച്ചു ചേർത്തത് അത് പാരീസിലാണ്. എവിടെ? പാരീസിലാണ് വിളിച്ചു ചേർന്നത്. ഏതൊക്കെ രാജ്യമായിരുന്നു ത്രികക്ഷി സൗഹാർദ്ദത്തിൽ അവസാനം ഉണ്ടായിരുന്നത്? ഫ്രാൻസ്, അമേരിക്ക, ഇംഗ്ലണ്ട്, ഈ 3 രാജ്യങ്ങളായിരുന്നു. അങ്ങനെ പാരീസിൽ വിളിച്ചു ചേർത്ത ഈ ഒരു സമാധാന സമ്മേളനം 1919 നടന്ന സമാധാന സമ്മേളനം പാരീസ് സമാധാന സമ്മേളനം എന്നും അറിയപ്പെടുന്നുണ്ട്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1919 പാരീസ് സമ്മേളനം പാരീസ് സമാധാന സമ്മേളനം എപ്പോൾ നടന്നു? 1919 എന്ന് ആൻസർ എഴുതണം. മാറിപ്പോയത്. 1918 എന്താണ് സംഭവിച്ചത്? ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ് ചെയ്തത്. 1919 പാരീസിൽ വെച്ച് പാരീസ് സമാധാന സമ്മേളനം നടക്കുന്നത്. ഓക്കെ, ഈ പാരീസ് സമാധാന സമ്മേളനത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു ആര്? ഉൻറോ വിൽസണും ലോയിഡ് ജോർജും.
അഥവാ ഒന്നാം ലോക മഹായുദ്ധം, ആരാണ് വുഡ്രോ വിൽസൺ എന്ന് പറഞ്ഞാൽ, ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ആര്? വുഡ്രോ വിൽസൺ. വുഡ്രോ വിൽസൺ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ലോയിഡ് ജോർജ് എന്ന് പറയുന്ന ബ്രിട്ടൻ പ്രധാനമന്ത്രിയുമാണ്. ഈ വുഡ്രോ വിൽസൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ ലോയിഡ് ജോർജ് എന്ന് പറയുന്ന ബ്രിട്ടൻ പ്രധാനമന്ത്രിയായിരുന്നു ഇതിലെ പ്രധാന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരും, ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആര്? വുഡ്രോ വിൽസൺ. അതുപോലെ പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് അതാരാണ്? വുഡ്രോ വിൽസൺ തന്നെയാണ്. പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വുഡ്രോ വിൽസൺ. എങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരാണ്? അത് ലോയിഡ് ജോർജ് ആണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അതാരാ? വുഡ്രോ വിൽസൺ. പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന USA പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. എങ്കിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി അതാരാണ്? ലോയിഡ് ജോർജ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വരും, ശ്രദ്ധിക്കണം. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഇനി തോറ്റ രാജ്യങ്ങളുണ്ടല്ലോ, ആരൊക്കെയാണ്? ഫ്രാൻസും ജർമ്മനിയും. തോറ്റ രാജ്യങ്ങളുടെ മേലിൽ യുദ്ധക്കുറ്റം ചുമത്തിയിട്ട് കരാറുകൾ ഉണ്ടാക്കി. യുദ്ധക്കുറ്റം ചുമത്തിയിട്ട് കരാറുകൾ ഉണ്ടാക്കി. എല്ലാവരും നോട്ടമിട്ടിരുന്നത് ഇംഗ്ലണ്ടിനെ ആയിരുന്നു. ആദ്യം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും നോട്ടമിട്ടിരുന്നത് ഇംഗ്ലണ്ടിനെ ആയിരുന്നു. കാരണം എന്താ? വ്യവസായിക രംഗത്ത് മുന്നേറിയത് ഇംഗ്ലണ്ടായിരുന്നു. ഈ ഇംഗ്ലണ്ടോട് കൂടെ ഒരുമിച്ച് മത്സരിച്ച് മുന്നോട്ട് കയറി വന്ന ആളുകളാണ് ആര്? ജർമ്മനി എന്ന് പറയുന്നത്. ഒരുമിച്ച് മുന്നോട്ട് കയറി വന്ന ആളുകളാണ് ജർമ്മനി. അപ്പോൾ പൊതുവെ എന്തുണ്ടാകും? ഈ ഇംഗ്ലണ്ടിന്റെ മനസ്സിൽ ആരോട് പകയുണ്ടാകും? ജർമ്മനിയോട് പകയുണ്ടാകും. അവരെ തകർക്കണമെന്നുണ്ടാകും. ഇതുപോലെ തന്നെ ഫ്രാൻസുകാർക്കും ആരോട് പകയുണ്ട്? ജർമ്മനിയോട് പകയുണ്ട്. ത്രികക്ഷി സഖ്യത്തിന് മുമ്പുണ്ടായിരുന്ന റഷ്യക്കും പകയുണ്ട്, അമേരിക്കക്കും പകയുണ്ട്. അങ്ങനെ ഈ ത്രികക്ഷി സൗഹാർദ്ദം ഇവരൊക്കെ ആവശ്യം എന്താണ്? ജർമ്മനിയെ തകർക്കുക. അതുകൊണ്ട് തന്നെ ജർമ്മനിയെ തകർക്കാൻ ഓരോ കാര്യവും ചെയ്തു. ഇവരുണ്ടാക്കിയ കരാറ് മുഴുവനും ജർമ്മനിയെ തകർക്കാൻ പറ്റിയ വിധത്തിലുള്ള കരാറുകളായിരുന്നു. അങ്ങനെ തോറ്റ ജർമ്മനിയുമായി ത്രികക്ഷി സൗഹാർദ്ദം ഉണ്ടാക്കിയ കരാറാണ് വേഴ്സായ് ഉടമ്പടി. ഏത്? വേഴ്സായ് ഉടമ്പടി എന്ന് പറയുന്ന ഉടമ്പടി. ഇത് ജർമ്മനി എല്ലാ വിധത്തിലും തകർക്കുന്നതായിരുന്നു. ഒരു വിധത്തിലും ജർമ്മനിക്ക് രക്ഷ നൽകാത്ത എല്ലാ വിധത്തിലും തകർക്കുന്നതായിരുന്നു വേഴ്സായ് ഉടമ്പടി എന്ന് പറയുന്നത്. ഈ വേഴ്സായ് ഉടമ്പടി തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാനുള്ള കാരണമായി. ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധം ലോകത്ത് നടക്കാൻ കാരണം തന്നെ ഈ വേഴ്സായ് ഉടമ്പടി ആയിരുന്നു. കാരണം എല്ലാവരും ഫോക്കസ് ചെയ്ത് ജർമ്മനി ആയിരുന്നു. അങ്ങനെ വേഴ്സായ് ഉടമ്പടി ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം നടക്കാനുണ്ടായ ഒരു ഉടമ്പടി. ഓക്കെ, അതോർത്ത് വെക്കണം. രണ്ടാം ലോക മഹായുദ്ധം നടക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിക്കും. അതേതാണ്? വേഴ്സായ് ഉടമ്പടി. അല്ലെങ്കിൽ തോറ്റ ജർമ്മനിയുമായി ത്രികക്ഷി സൗഹാർദ്ദം ഉണ്ടാക്കിയ കരാർ ഏതെന്ന് ചോദിക്കും. അതും ഏതാണ്? വേഴ്സായ് ഉടമ്പടി. ഓക്കെ, ഇങ്ങനെ ഇനി നമുക്ക് ചർച്ച ചെയ്യാം. ഇതുപോലെ ഒരു ലോക മഹായുദ്ധവും ഈ ലോകത്ത് നടക്കരുത് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഒരു ലോക സംഘടന നിർമ്മിച്ചു. അതാണ് സർവ്വരാജ്യ സഖ്യം. അതായത് ലോകത്ത് ഇതുപോലുള്ളൊരു ലോകയുദ്ധം നടക്കാൻ പാടില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ലോകം കാണാത്തൊരു യുദ്ധമായിരുന്നു അത്. ലോകം ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ളൊരു യുദ്ധമായിരുന്നു. ലോകം ഇന്നേ വരെ കാണാത്ത ആയുധങ്ങൾ പരീക്ഷിച്ച യുദ്ധമായിരുന്നു. വിഷവാതകങ്ങൾ കൊണ്ട് നിറഞ്ഞാടിയ യുദ്ധമായിരുന്നു. യുദ്ധ ടാങ്കുകൾ കൊണ്ട് നിറഞ്ഞാടിയ യുദ്ധമായിരുന്നു. ഇങ്ങനെ എല്ലാ വിധത്തിലും ലോകത്തെ നടുക്കിയ ഒന്നാം ലോക മഹായുദ്ധം. അതുപോലെ ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് ഒരു സംഘടന നിർമ്മിക്കുകയാണ്. അതാണ് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത്. ഈ സർവ്വരാജ്യ സഖ്യം രൂപീകരിക്കുന്നത് 1920 ജാനുവരി 10-നാണ്. എപ്പോൾ? 1920 ജാനുവരി 10. ക്വസ്റ്റ്യൻ വരും, ശ്രദ്ധിക്കണം. എപ്പോഴാണ് സർവ്വരാജ്യ സഖ്യം രൂപീകരിച്ചതെന്ന് ക്വസ്റ്റ്യൻ വരും. 1920 ജാനുവരി 10. ഈ സർവ്വരാജ്യ സഖ്യം രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതാരാണ്? അത് വുഡ്രോ വിൽസൺ ആണ്. ആരാണ്? വുഡ്രോ വിൽസൺ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസണ് ലഭിച്ചിട്ടുണ്ട്.
അപ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴാണ് സർവ്വരാജ്യസഖ്യം രൂപീകരിച്ച 1920 ജാനുവരി 10. അങ്ങനെയെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത് 1919. മാറിപ്പോയത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രൂപീകരിച്ചത് 1919 സർവ്വരാജ്യസഖ്യം രൂപീകരിക്കുന്നത് എപ്പോഴാണ്? 1920 ജാനുവരി 10. ഓക്കെ. ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അതുപോലെ തന്നെ സർവ്വരാജ്യസംഘടനയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ, അതുപോലെ ഈ ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ചോദിക്കുന്ന കുറച്ച് സിനിമകൾ അഥവാ ഇതുപോലുള്ള ഡോക്യുമെൻ്ററികളൊക്കെ ഉണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെയാണത്? ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ ഗ്രേറ്റ് ഇല്യൂഷൻ. ഏതാണ്? ദ ഗ്രേറ്റ് ഇല്യൂഷൻ. യുദ്ധം കൊണ്ട് ആരുമൊന്നും നേടുന്നില്ല എന്ന് സമർത്ഥിച്ച ഒരു വലിയ പുസ്തകമാണ് ദ ഗ്രേറ്റ് ഇല്യൂഷൻ. യുദ്ധം കൊണ്ട് ആരുമൊന്നും നേടുന്നില്ല, നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു, കിട്ടിയവർക്ക് കിട്ടി എന്നും പറഞ്ഞ് തുടങ്ങുന്ന ഏറ്റവും വലിയ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിനെ തുറന്നു കാട്ടിയ ഒരു പുസ്തകമാണ് ദ ഗ്രേറ്റ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ദ ഗ്രേറ്റ് ഇല്യൂഷൻ എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ്? സർ നോർമൻ ഏഞ്ചൽ. ആരാണ്? സർ നോർമൻ ഏഞ്ചൽ ആണ് ഈ കൃതി രചിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്ന സിനിമ ഇതെന്താണ്? ഫ്രഞ്ച് തടവുകാരെ കുറിച്ച് പറയുന്ന സിനിമയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫ്രാൻസ് അനുഭവിച്ച കഷ്ടതകളും അതിലുള്ള തടവുകാർ അവരെ ശിക്ഷിക്കപ്പെട്ട രീതികളെ കുറിച്ചൊക്കെ തുറന്നുകാട്ടിയ ഒരു സിനിമയായിരുന്നു ഏത്? ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് സംവിധാനം ചെയ്തവരാണ് ഴാങ് റംബയാണ് ഇത് സംവിധാനം ചെയ്തത്. പേര് കേൾക്കും തന്നെ അറിയാം, ഒരു ഫ്രഞ്ചുകാരനാണെന്ന്, ഴാങ് റംബ. ഈ ഴാങ് റംബയാണ് ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. പിന്നെയുള്ളൊരു ഒന്നാണ് ഓൾ ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ. ഇത് സംവിധാനം ചെയ്ത ആരാണ്? ലിവിസ് മൈൻസ്റ്റോൺ. ആരാണ്? ലിവിസ് മൈൻസ്റ്റോൺ ആണ് ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതും ഒന്നാം ലോക മഹായുദ്ധത്തെ തുറന്നുകാട്ടിയ ഒരു ചലച്ചിത്രമായിരുന്നു. പിന്നെയുള്ള ഒന്നാണ് പാറ്റ്സ് ഓഫ് ഗ്ലോറി എന്ന സിനിമ. ഇത് സംവിധാനം ചെയ്തത് സ്റ്റാൻലി കുബ്രിക്. ആരാണ്? സ്റ്റാൻലി കുബ്രിക് ആണ് പാത്ത് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒന്നാമത് നമ്മൾ പറഞ്ഞു ഏതാണ്? ദ ഗ്രേറ്റ് ഇല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകമാണ് സർ നോർമൻ ഏഞ്ചൽ രചിച്ച, ബ്രിട്ടീഷുകാരനായ സർ നോർമൻ ഏഞ്ചൽ രചിച്ച ദ ഗ്രേറ്റ് ഇല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിന് പിന്നീട് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അത്രയും വലിയ പുസ്തകമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിനെ തുറന്നു കാട്ടിയ പുസ്തകമായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് തടവുകാരെ കുറിച്ച് പറയുന്ന ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്ന സിനിമ, അതുപോലെ ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ എന്ന് പറയുന്ന സിനിമ, അതൊക്കെ സംവിധാനം ചെയ്തതാണ്. ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ എന്ന് പറയുന്ന സിനിമ ലിവിസ് മൈൻസ്റ്റോണും, ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്ന സിനിമ ഴാങ് റംബയും, പാത്ത് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന സിനിമ സ്റ്റാൻലി കുബ്രിക്കുമാണ് സംവിധാനം ചെയ്തത്. ഇതെല്ലാം ഒന്നാം ലോക മഹായുദ്ധത്തിനെ കുറിച്ച് പറയുന്ന സിനിമകളും പുസ്തകവുമാണ്. ഇതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിലും നടക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറയുന്ന ഡോക്യുമെന്ററികളും സിനിമകളും പുസ്തകങ്ങളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ആ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ക്ലാസ് കേട്ട് ഇതിൻ്റെ തുടർ ക്ലാസ്സുകളായിരിക്കും രണ്ടാം ലോക മഹായുദ്ധത്തിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം മുഴുവനായിട്ടും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പഠിതാക്കളോട് പറയാനുള്ളത്, ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, ഈ ക്ലാസ്സുകളെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണം. എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ താഴെയുള്ള ഫോൺ നമ്പർ, ആ ഫോൺ നമ്പറിലൂടെ നിങ്ങൾ എന്താക്കുക അറിയിക്കുക. അതിലെ വാട്സപ്പ് നമ്പറാണ്, അതിലൂടെ നിങ്ങൾ അറിയിക്കുക.
അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ MSVU ടോക്സ് എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റുമാണ് നമ്മളെ സപ്പോർട്ടിങ്ങോ നമ്മുടെ മോട്ടിവേഷനും അടുത്ത വീഡിയോ ഇടാനുള്ള സപ്പോർട്ടും കാര്യങ്ങളും നൽകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ വിജയിക്കട്ടെ എന്നും പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.